ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्ता नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 16 മുതൽ നമുക്ക് നോക്കാം. ഇപ്പൊ വിശ്വരൂപം, അതാണ് നമ്മുടെ വിഷയം. അർജുനൻ ഭഗവാൻ കൃഷ്ണന്റെ വിശ്വരൂപം കണ്ട് അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഹരേ കൃഷ്ണ. ഹേ കൃഷ്ണ പ്രഭുജി പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വം സർവദ ആനന്ദരൂപം നാന്തം ന മദ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം പ്രഭുജി. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം ന അന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 16. അനേകബാഹുദര വക്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം നാന്തം ന മദ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേകബാഹൂദരവക്രനേത്രം പശ്യാമി താം സർവതോ അനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16.
अनेकबाहूदरवक्त्रनेत्रं पश्यामि त्वां सर्वतो अनन्तरूपं नान्तं न मध्यं न पुनस्तवादिं पश्यामि विश्वेश्वर विश्वरूप. हरे कृष्ण प्रभुजी. Okay, Vivartana Bhavat. Okay. Yes. Hare Krishna. अनेकबाहूदरवक्त्रनेत्रं पश्यामि त्वां सर्वतोऽनन्तरूपं न आन्तं न मध्यं न पुनस्तवादिं पश्यामि विश्वेश्वर विश्वरूप. हरे कृष्ण. അല്ലയോ ജഗന്നാഥ വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായുകളും കണ്ണുകളും ഉരുത്തിരിഞ്ഞു വരുന്നു. ഇവയ്ക്ക് അവസാനമില്ല. ആദിയോ മധ്യമോ അന്തമോ കാണുന്നില്ല. ഭാവാർത്ഥം: പരംപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അനന്തരൂപനത്രേ. അദ്ദേഹത്തിലൂടെ സർവ പ്രപഞ്ചങ്ങളും കാണാൻ കഴിയും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സോ ഇവിടെ വിശ്വരൂപം കണ്ടുകൊണ്ടിരിക്കുന്ന അർജുനന്റെ ആ ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. ഓ ജഗന്നാഥ, ഓ കൃഷ്ണ, ഓ വിശ്വരൂപ, ഓ ഭഗവാനെ, വിശ്വേശ്വര, ഈ വിശ്വത്തിന്റെ ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൺട്രോളർ എന്നാണ്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ വെറും ഈശ്വരൻ അല്ല, വിശ്വേശ്വരൻ അല്ലെങ്കിൽ പരമേശ്വരൻ എന്ന് വിളിക്കും. കാര്യം അല്ലെങ്കിൽ ചെറിയ കൺട്രോളർ അല്ല അദ്ദേഹം. എല്ലാത്തിന്റെയും എല്ലാം നിയന്ത്രിക്കുന്ന അദ്ദേഹം തന്നെയാണ്. അപ്പോൾ മറ്റുള്ള ദേവന്മാരെയൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ഈശ്വരൻ എന്ന് പറയും. അത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവർ ചെറിയ കൺട്രോളേഴ്സ് ആണ്. കാര്യം ഒരു ഇന്ദ്രനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വായുദേവനാവട്ടെ അഗ്നിദേവനാവട്ടെ അവർക്കൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചെറിയൊരു കൺട്രോളറാണ് അവര്. എന്നാൽ പരമേശ്വരൻ, സർവേശ്വരൻ, വിശ്വേശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഭഗവാൻ കൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ്. ശിവനെ ചില സമയത്ത് ഭഗവാൻ ശിവനെ പരമേശ്വരൻ എന്ന് വിളിക്കും. ചില സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കാര്യം എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതവണ, ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടി സംബന്ധിച്ച് നോക്കുമ്പോൾ ഭഗവാൻ ശിവന്റെയും പാർവതി ദേവിയുടെയും റോള് ഒരുപാട് ഉണ്ട്. ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ ആ ഗ്ലാൻസ് അദ്ദേഹം ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ എങ്ങനെയാണ് ജീവജാലങ്ങളെ അദ്ദേഹം അതിലേക്ക് കൊടുക്കുന്നത്? ഭഗവാനാണ് അതിലേക്ക് ആക്ച്വലി ഇൻജെക്ട് ചെയ്യുന്നത്, മഹത്തത്വത്തിലേക്ക്. സോ അപ്പോൾ അത് ചെയ്യുന്നത് ശിവനിലൂടെയാണ്. കാര്യം പ്രകൃതി എന്ന് പറയുന്നത് സ്ത്രീ ആയതുകൊണ്ട് ഭഗവാന്റെ അല്ലെങ്കിൽ പ്രകൃതി ഭൂമിദേവി പ്രകൃതി അല്ലെങ്കിൽ ദുർഗാദേവി എന്ന് പറയുന്ന ദേവി ആണ് ഈ അമ്മ ഈ ഒരു ഭൗതിക ലോകത്തിലെ. അപ്പോൾ ആ അമ്മയിലേക്ക് വിത്ത് കൊടുക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. ശരിക്കും വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണ്. പക്ഷെ ശിവനാണ് അത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ശിവനാണ് ഓൺ ബിഹാഫ് ഓഫ് വിഷ്ണു ചെയ്യുന്നത്. അതുകൊണ്ട് മഹാദേവനെയും ചിലപ്പോഴൊക്കെ നമ്മൾ പരമേശ്വരൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ജഗത് പിതാവ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ദുർഗാദേവിയെ ജഗത് മാത എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ചിന്തിക്കുമ്പോൾ അങ്ങനെ വിളിക്കുന്നതിന് തെറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഇവര് രണ്ടുപേരും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വിഷ്ണുവിനെയാണ്. ഭഗവാൻ വിഷ്ണു ഇല്ലെങ്കിൽ ഇവര് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് ചില കാര്യങ്ങൾ, കർത്തവ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ബ്രഹ്മാവിന് സൃഷ്ടി കൊടുത്തതുപോലെ ശിവന് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. സംഹാരം മാത്രമല്ല ശിവൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ശിവന്റെ സ്ഥാനം കൂടുതലായിട്ടുള്ളത്. അദ്ദേഹം സംഹാരമല്ല ചെയ്യുന്നത്, സംഹാരം ചെയ്യുന്നു, സംഹാരത്തിനും പാർട്ടുണ്ട്. എന്നാൽ സൃഷ്ടിയുടെ സമയത്തും ഭഗവാൻ ശിവന്റെ റോളുണ്ട്, നല്ലൊരു റോളുണ്ട്. വെറും അദ്ദേഹം ത്രിഗുണങ്ങളുടെ മൂർത്തിയാണ്, അല്ലെങ്കിൽ ത്രിഗുണങ്ങളുടെ നമ്മൾ പറയുമ്പോൾ ത്രിമൂർത്തികളെ കുറിച്ച് പറയുമ്പോൾ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്ന് പറയും. ഓക്കെ, തമോ ഗുണം അല്ലെങ്കിൽ
സംഹാരത്തിന്റെ ഭഗവാനാണ്, ഈശ്വരനാണ് മഹാദേവൻ എന്ന് പറയും. ശരി, അത് ഒരു ഭാഗം മാത്രം. പക്ഷെ സൃഷ്ടിയിലും അദ്ദേഹത്തിന് റോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഈവൻ ബ്രഹ്മാവിനേക്കാൾ മുകളിലാണ്. ബ്രഹ്മാവ് വരുന്നേക്കാൾ മുമ്പ് ശിവനുണ്ട്, അതേപോലെ തന്നെ ദേവിയും. പ്രകൃതി എന്ന് പറയുന്നത് ദേവിയാണ്. സോ ദുർഗാദേവിക്കും മഹാദേവനും സ്ഥാനം വലിയ സ്ഥാനമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെ ഇടയ്ക്ക് അങ്ങനെ ജഗത് മാതാ ജഗത് പിത എന്ന് വിളിക്കുന്നത് നമ്മളെ സംബന്ധിച്ച്, വൈഷ്ണവരെ സംബന്ധിച്ച് നമ്മളത് ശരിയായിട്ട് മനസ്സിലാക്കുന്നു. പക്ഷെ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പലപ്പോഴും അങ്ങനെ വിളിക്കുമ്പോൾ ശിവനാണ് പരമദിവ്യതമ പുരുഷൻ എന്ന് ചിന്തിക്കുന്നു പലവരും. എന്നാൽ അത് ക്ലാരിഫൈ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഉള്ളവർക്ക് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാം, ഭഗവാൻ കൃഷ്ണൻ വിശ്വരൂപം കാണിക്കുമ്പോൾ അർജുനൻ അത്ഭുതപ്പെട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വിശ്വേശ്വര എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അനന്ത രൂപങ്ങളാണ് അങ്ങേക്കുള്ളത്. അങ്ങയുടെ രൂപം അനന്തമാണ്. ഒരുപാട് കൈകൾ കാണുന്നു, ഒരുപാട് വയർ, ഒരുപാട് വായ, ഒരുപാട് കണ്ണുകൾ, ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ രൂപം കണ്ടിട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അത്ഭുതപ്പെട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം. കിരീടിനം ഗദിനം ചക്രിനം കിരീടിനം ഗദീനം ചക്രിനം ച തേജോ രാസിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്തത് ദീപ്താനലാർക്ക ദ്യുതിം അപ്രമേയം. ദീപ്ത അനല അർക്ക ഒരുമിച്ചാണ്. ദീപ്താനലാർക്ക ദ്യുതിം അപ്രമേയം. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്ക ദ്യുതിമപ്രമേയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 17. ശ്രീല പ്രഭാത് കി ജയ്. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലർക്ക ദ്യുതിമപ്രമേയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വം ദുർനിരീക്ഷ്യം സമന്ത ദീപ്താനലാർക്കാദ്യുതിമപ്രമേയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്ത ദീപ്താനലർക്കാൻ ദ്യുതിമപ്രമേയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്ക ദ്യുതിമപ്രമേയം. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലർക്ക ദ്യുതിമപ്രമേയം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്ക അപ്രമേയം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവദോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്ക ദ്യുതിമപ്രമേയം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വിവർത്തനം വായിച്ചോട്ടെ പ്രഭുജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ ചൂഴെ പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാജ്യോതിസ് കൊണ്ട്
ദുർദൃശ്യമാണ് ദുർദൃശ്യം തന്നെയാണ് അല്ലെ, ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം. എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഈ രൂപം കണ്ട് അർജുനൻ പറയുന്നതാണ്, ഈ ഒരു രൂപത്തെ ശരിക്കും കാണാൻ പോലും സാധിക്കുന്നില്ല. കാര്യം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വെളിച്ചം, ആ തേജസ് കാരണം. കാര്യം ആ വെളിച്ചം തന്നെ എല്ലായിടത്തും പടർന്നു കിടക്കുവാണ്. സോ പറയുന്നത് ഈ ദുർദൃശ്യം എന്നുള്ള വാക്ക് അല്ലെ, ദുർദൃശ്യം വായിച്ചപ്പോ ഡൗട്ടായി. ദുർനിരീക്ഷ്യം എന്നാണ് ശ്ലോകത്തില്. ദുർനിരീക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അതാണ് കാണുവാൻ സാധിക്കുന്നില്ല, കാരണം ഈ വെളിച്ചം കാരണം. അനേക സൂര്യൻ ഉദിച്ച ആ ഒരു തേജസ്സാണ് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ വെളിച്ചം. അപ്പൊ എങ്ങനെ കാണാൻ സാധിക്കും? സൂര്യൻ തന്നെ നല്ല രീതിയിൽ ഉദിക്കുമ്പോൾ നമുക്ക് സൂര്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല, ആക്ച്വലി അല്ലെ, ഒന്നും കാണാൻ സാധിക്കില്ല. അതേപോലെ എന്തായിരിക്കും സൂര്യൻ ഒരുമിച്ച് ഉദിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വെളിച്ചം കാരണം. അങ്ങനെ അർജുനൻ പറയാണ്, ഈ ഒരു രൂപം കാണാൻ ഉൾക്കൊള്ളാൻ ശരിക്കും സാധിക്കുന്നില്ല എന്ന് പറയാണ്. എന്നാലും അദ്ദേഹം പറയുന്നു, ഒരുപാട് കിരീടം ഒരുപാട്, അതേപോലെ മറ്റുള്ള ഗദ, അതേപോലെ ചക്രം, ഇതെല്ലാം കാണുന്നുണ്ട്, ഭഗവാൻ കാണുന്നുണ്ട്. അർജുനൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ രൂപത്തില്. അതൊക്കെ കാണുന്നുണ്ട്, പിന്നെ കുറച്ച് കാണുന്നുണ്ട്, എന്നാൽ കുറെയൊന്നും അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല വെളിച്ചം കാരണം. അതാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് പറയുന്നു നോക്കാം. 2 ശ്ലോകം കഴിഞ്ഞ് അർജുനൻ പറയും, എനിക്കിനി ഇത് കാണണ്ട, എനിക്ക് പഴയ രൂപം കണ്ടാൽ മതി എന്ന് പറയും. ഓക്കെ. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വം അവ്യയഃ ധർമ്മഗുപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗുപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗുപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വമക്ഷരം പരമം വേദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. അന്തിമമായ പരമലക്ഷ്യം അങ്ങാണ്. ഈ ജഗത്തിന്റെ അന്തിമ വിശ്രമസ്ഥാനവും അങ്ങ് തന്നെ. അവ്യയനും പുരാതനനും ശാശ്വത ധർമ്മത്തിന്റെ സംരക്ഷകനുമായ ചിത് പുരുഷൻ അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ത്വം അക്ഷരം പരമം വേദിതവ്യം.
ഭഗവാനോട് അർജുനൻ അർജുനൻ പറയുവാണ് ആക്ച്വലി, അതായത് എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങയുടെ ആ ഒരു സുപ്രീമസി, അങ്ങാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത് ഞാൻ നേരിട്ടപ്പോൾ പലതവണയായി അർജുനൻ പറയുന്നു. പക്ഷെ അത് അദ്ദേഹം ഒന്നുകൂടെ കൺവിൻസ് ആവുകയാണ് അദ്ദേഹത്തിന്. ഇതിനും വലിയ തെളിവുകൾ എന്താ വേണ്ടത്? വിശ്വരൂപം മുഴുവനും കാണിച്ചു കൊടുക്കുവാണ് ഭഗവാൻ അദ്ദേഹത്തിന്. ത്വം അക്ഷരം പരമം വേദിതവ്യം. അപ്പോൾ ഭഗവാൻ അതായത് ഒരിക്കലും മങ്ങാത്തത്, അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്ഥാനം ആ സ്ഥാനത്ത് നിന്ന് മാറാത്തത്, എപ്പോഴും ഒരേപോലെ. നമ്മളെ പോലെയല്ല. നമ്മൾ ശരീരങ്ങൾ മാറുന്നു, ചിലപ്പോൾ മനുഷ്യരാവും, ചിലപ്പോൾ ദേവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും, ചിലപ്പോൾ മൃഗമാവും, ചിലപ്പോൾ അതേപോലെ ചെടികളും മരങ്ങളും ഒക്കെ ആയി മാറുന്നു. ഭഗവാന്റെ ശരീരം അങ്ങനെയല്ല, ഭഗവാൻ അങ്ങനെയല്ല. അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷയിക്കാത്തത്, നമ്മളെ പോലെ സാധാരണ മനുഷ്യരെ പോലെയല്ല. അപ്പോൾ ഇവിടെ പറയുന്നു ത്വം അക്ഷരം പരമം വേദിതവ്യം, എല്ലാത്തിന്റെയും പരമമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന അങ്ങാണ്. അതേപോലെ തന്നെ പറയുന്നു ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം, എല്ലാവരുടെയും ആശ്രയമാണ് അങ്ങ്, എല്ലാവരുടെയും ആശ്രയം. ഈവൻ സംഹാരത്തിന് ശേഷവും എല്ലാം പോകുന്നത് ഭഗവാന്റെ ശരീരത്തിലേക്കാണ് വീണ്ടും. അപ്പോൾ ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മാണ്ടങ്ങളെല്ലാം തിരിച്ച് ഭഗവാന്റെ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ എല്ലാത്തിന്റെയും ആശ്രയമാണ് ഭഗവാൻ. ത്വം അവ്യയ ശാശ്വത ധർമ്മഗോപ്ത. അവ്യയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലുള്ള കുറവുകളും അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ എക്സോസ്റ്റ് ആവില്ല. നമ്മളെ പോലെയല്ല അദ്ദേഹത്തിന്റെ ശരീരം. അത് ഒരിക്കലും നശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ശരീരം. ഇവിടെ വിശ്വരൂപം എന്നുള്ള രീതിയിൽ അല്ല അദ്ദേഹം പറയുന്നത്. അർജുനൻ അദ്ദേഹത്തിന്റെ ഓരോ ക്വാളിറ്റീസ് എടുത്ത് പറയുവാണ്. വിശ്വരൂപം നമ്മൾ പറഞ്ഞു, അത് താൽക്കാലികമായിട്ടുള്ള ഒരു രൂപമാണ്. ഇവിടെ ഭൗതിക ലോകത്തിലെ മാത്രം, അല്ലെങ്കിൽ നമ്മൾ ആധ്യാത്മിക ലോകത്തിലെ ഭഗവാൻ അങ്ങനെ ഒരു രൂപമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇവിടെ പക്ഷെ ആ ഒരു കോണ്ടെക്സ്റ്റിലല്ല അവ്യയം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വിശ്വം നോക്കുമ്പോൾ, ഈ ഒരു ബ്രഹ്മാണ്ടം, അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക ലോകം മുഴുവൻ നോക്കുവാണെങ്കിൽ ഭഗവാൻ വിഷ്ണു എപ്പോഴും ഉണ്ട്, അല്ലെ? അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും, സംഹാരം നടന്നാലും അവസാനം എല്ലാം പോകുന്നത് ഭഗവാനിലേക്കാണ്. അപ്പൊ ആ ഭഗവാന് ഒരു നാശവും സംഭവിക്കുന്നില്ല, അല്ലെ? ഭഗവാൻ വിഷ്ണു അങ്ങനെ തന്നെയുണ്ട്. പുരുഷാവതാരങ്ങൾ അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ബാക്കിയെല്ലാം നശിക്കുന്നു സംഹാരത്തിന്റെ സമയത്ത്. പിന്നെ പറയുന്നു അവ്യയം ശാശ്വത ധർമ്മഗോപ്ത. ശാശ്വത ധർമ്മഗോപ്ത എന്ന് പറഞ്ഞാൽ അങ്ങാണ് എല്ലാ ധർമ്മത്തെയും പരിപാലിക്കുന്നത്. സനാതന എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നു. സനാതന എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്, നശിക്കാത്തത്. ത്വം പുരുഷ മതമേ, പുരുഷൻ, അങ്ങാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു അർജുനൻ, ഇതാണ് എന്റെ അഭിപ്രായം. മത മേ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് അർജുനൻ പറയാണ്, ഇതൊക്കെയാണ് എന്റെ അഭിപ്രായം, അങ്ങ് തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ. അപ്പൊ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാണ്, അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും കൺവിൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ വിശ്വരൂപം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ, സുപ്രീമസിയെ. അടുത്ത ശ്ലോകം. അനാദിമദ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്ത ഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനാദ്യമദ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അനാദിമദ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 19. ഓം നമോ ഭഗവതേ വാസുദേവായ.
അനാദിമത്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാസവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭുജി. ആദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഓ ഭഗവതേ ഭഗവതേ വാസുദേവായ. വാസുദേവായ. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വദേശസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാതിക്ക് ജയ്. അവിടേക്ക് തുടക്കമോ മധ്യമോ അവസാനമോ ഒന്നുമില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അനേകം കൈകളും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളും അങ്ങേക്കുണ്ട്. വായിൽ നിന്ന് തീ പാളുന്നു. അങ്ങയുടെ തേജസ്സാൽ ലോകമെമ്പാടും ജ്വലിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട്. ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷന്റെ 6 വിഭൂതികൾക്ക് പരിധിയില്ല. ഇവിടെയും മറ്റു പലയിടത്തും ആവർത്തനങ്ങളുണ്ട്. എന്നാൽ കൃഷ്ണന്റെ വൈഭവത്തെ പറ്റി എത്ര വട്ടം ആവർത്തിക്കുന്നതും സാഹിത്യപരമായി ഒരു ദൗർബല്യമല്ലോ എന്നത്രേ ശാസ്ത്രമതം. സംഭ്രാന്തിയിലും ആശ്ചര്യത്തിലും വികാരാവേശത്തിലും ഒരിക്കൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നത് തെറ്റല്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു അനാദി മധ്യാന്തം, എല്ലാത്തിന്റെയും അവസാനവും നടുക്കും തുടക്കവും ഒക്കെ ഭഗവാനാണ്. അതേപോലെ അനന്തവീര്യം, അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമാണ്. അനന്തബാഹുവും, ഭഗവാന്റെ കൈകൾ, ഒരുപാട് കൈകളാണ് അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശശി സൂര്യനേത്രം, കണ്ണുകളാണെങ്കിൽ സൂര്യനും ചന്ദ്രനുമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തീഗോളങ്ങൾ വരുന്നു. അങ്ങനെ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇങ്ങനെ പടർന്ന് ഇരിക്കുകയാണ് എല്ലായിടത്തും. അതായത് ഈ യൂണിവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ രൂപമാണ് കാണുന്നത്. എല്ലായിടത്തും പടർന്നിരിക്കുന്നു ഭഗവാൻ. ഇങ്ങനെയുള്ള ഒരു രൂപം കണ്ട് അർജുനൻ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്ന വളരെ നല്ലൊരു പോയിന്റ്. അദ്ദേഹം പറയുന്നു, ചിലപ്പോൾ ഇതൊരു റെപ്പിറ്റേഷൻ ആയിട്ട് തോന്നും. ഭഗവാൻ തന്നെ വിഭൂതി ശക്തികളെ കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അർജുനൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അതേ കാര്യങ്ങൾ. പക്ഷെ ഈ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് വ്യാസദേവന് അല്ലെങ്കിൽ അർജുനന് അല്ലെങ്കിൽ കൃഷ്ണന് ശ്ലോകങ്ങളുടെ കുറവ് കൊണ്ടല്ല, സംസ്കൃത വാക്കുകൾ കിട്ടാഞ്ഞിട്ടല്ല. അത് ഒരു ശാസ്ത്രത്തിന്റെ ഒരു കോമ്പോസിഷന്റെ ഒരു വീക്ക്നെസ് അല്ല എന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ വേറെ ശ്ലോകങ്ങളിലും കാണാം. ഇപ്പോൾ ഭഗവാനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന ശ്ലോകങ്ങൾ. മധുരം മധുരം മധുരസ്യ വിഭവ, മധുരം മധുരം വദനം മധുരം, മൃദുഗന്ധി മധുസ്മിത, ഏതത് അഹോ മധുരം 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 മധുരം. ആ ശ്ലോകത്തില് 4
3 7 7 2 9 1 10 പ്രാവശ്യമാണ് മധുരം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ശാസ്ത്രം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റിന്റെ ഒരു സ്കോളർഷിപ്പ് രീതിയിൽ ചിന്തിക്കുമ്പോൾ സാധാരണ ഒരു കവി ഒരു ശ്ലോകം കമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരേ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും അവരുടെ ഒരു കഴിവ് കുറവ് കൊണ്ടാണ് അവർക്ക് പുതിയ വാക്കുകൾ കിട്ടാത്തത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അർത്ഥം ലിറ്റററി രീതിയിൽ പറയും ആളുകൾ. പക്ഷേ ഭഗവത് ശാസ്ത്രങ്ങളില് ഇതെല്ലാം എഴുതുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കമ്പോസ് ചെയ്യുന്നത് ശുദ്ധ ഭക്തരാണ്. അവരുടെ തിരുമുഖത്ത് നിന്ന് വരുന്ന ശ്ലോകങ്ങളോ അവർ കമ്പോസ് ചെയ്യുന്നതും ആയിരിക്കും. അങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും അങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞ് അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് വിലോമംഗല ഠാക്കൂർ മധുരം എന്നുള്ള വാക്ക് 9 പ്രാവശ്യം 10 പ്രാവശ്യം ഉപയോഗിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഒരു ശ്ലോകത്തിലാണ് പറയുന്നത്. വേറെ മധുരത്തിന്റെ സിനോണിംസ് അല്ലെങ്കിൽ മധുരം എന്ന് പറയുന്ന വാക്കിന് പര്യായമായിട്ടുള്ള വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന്, പക്ഷെ അദ്ദേഹം സ്പെസിഫിക്കലി അതെടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുവാണ്. അപ്പോൾ അത് ഒരു ഈ പറയുന്ന കവിത എഴുതുന്നവരോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതുന്നവരോ ശ്ലോകങ്ങൾ കമ്പോസ് ചെയ്യുന്നവരുടെയും ഒരു വീക്ക്നെസ് അല്ല, അത് അവരുടെ സ്ട്രെങ്ത് തന്നെയാണ്. കാര്യം ചില കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി പറയേണ്ട ആവശ്യമുണ്ട്. കാര്യം പറയുന്നത് ആരെ കുറിച്ചാണ്? ഭഗവാനെ കുറിച്ചാണ്. അപ്പോൾ അതിനെ സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. സോ അതൊരു വീക്ക്നെസ്സേ അല്ല. ഇവിടെ അതേപോലെ ഭഗവാന്റെ ക്വാളിറ്റീസ് ആണ് റിപ്പീറ്റഡ്ലി പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി വീക്ക്നെസ് ആയിട്ടല്ല, വേറെ വാക്കുകൾ കിട്ടാഞ്ഞിട്ടോ വേറെ ഒന്നും പറയാനില്ലാഞ്ഞിട്ടല്ല വീണ്ടും വീണ്ടും പറഞ്ഞു തന്നെ പറയുന്നത്. എന്നാൽ അത് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കാര്യം ഭഗവാന്റെ പൊസിഷൻ അതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആളുകൾക്ക് മനസ്സിലാവണ്ടേ. ഇതൊന്നും ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ, ഭഗവാന്റെ പൊസിഷൻ നമുക്ക് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും പലതും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡ്ലി പറയും. അതേപോലെ തന്നെ ശീലപ്രഭുപാജിയും ആചാര്യന്മാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ്ലി ഭാവാർത്ഥങ്ങളിലൂടെയും പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര പറഞ്ഞാലും നമുക്ക് വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ മഹാകാരുണ്യം കൊണ്ട് റിപ്പീറ്റഡ്ലി പറയുകയാണ് ചെയ്യുന്നത്. സോ റിപ്പീറ്റേഷൻ ആവശ്യമാണ്. നമുക്ക് 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മയില്ല, അതാണ് നമ്മുടെ അവസ്ഥ. പ്രായണ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേജന മന്ദ സുമന്ത മതയോ മന്ദഭാഗ്യ ഉപദ്രത, അതാണ് നമ്മുടെ അവസ്ഥ. സോ അതുകൊണ്ട് റിപ്പീറ്റേഷൻ ആവശ്യമാണ്. സോ ഇതെല്ലാം ആരുടെയും കുറവ് കൊണ്ടോ കഴിവ് കുറവ് കൊണ്ടല്ല, ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് ചെയ്യുന്നു. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അത് കാണുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം. ദ്യാവാ പൃഥിവ്യോ ഇദമന്തരം ഹി വ്യാപ്തം ത്വയേകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യതിതം മഹാത്മൻ. ലോകത്രയം പ്രവ്യതിതം മഹാത്മൻ. യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്യാവാ പൃഥിവ്യോരിദമന്തരം ഹി വ്യാപ്തം ത്വയേകേന നിശശ്ച സർവാഃ ദൃഷ്ടാത്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യതിതം മഹാത്മൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്യാവാ പൃഥിവ്യോരിദമന്തരം ഹി വ്യാപ്തം ത്വയേകേന ദിശശ്ച സർവാഃ ദൃഷ്ടാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവരിതം മഹാത്മൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പൃഥ്വോരിദമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ടാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യതിതം മഹാത്മൻ. കൃഷ്ണ പ്രഭുജി.
ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാ ദൃഷ്ടാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്ലോകം 20. ഓ നമോ ഭഗവതേ വാസുദേവായ. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയേകേന ദിശഞ്ച സർവഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവിദ്യതം മഹാത്മൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവഃ ദൃഷ്ടാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാ ദൃഷ്ടാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവൃത്തിതം മഹാത്മൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയേകേന ദിശശ്ച സർവാ ദൃഷ്ടാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഓക്കെ, വിവർത്തനം ആൻഡ് ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വർത്തൻ ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത് കി ജയ്. അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമിയാകാശങ്ങളും സർവദിഗ്മുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ, ആശ്ചര്യകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. ഭാവാർത്ഥം. ദ്യാവാ പൃഥ്വീവ്യോ സ്വർഗഭൂലോകങ്ങൾക്കിടയിലുള്ള ആകാശം, ലോകത്രയം എന്നീ വാക്കുകൾ ശ്രദ്ധേയങ്ങളാണ്. അർജുനൻ മാത്രമല്ല, ഭഗവാന്റെ വിശ്വരൂപം കണ്ടത് മറ്റു ഗ്രഹവ്യൂഹങ്ങളിലുള്ളവരും കാണുകയുണ്ടായെന്ന് അവ സ്പഷ്ടമാക്കുന്നു. അർജുനന്റെ വിശ്വരൂപ ദർശനം ഒരു സ്വപ്നമായിരുന്നില്ല. കൃഷ്ണന്റെ കരുണ മൂലം ദിവ്യദൃഷ്ടി സിദ്ധിച്ചവരെല്ലാം യുദ്ധത്തിൽ ആ രൂപം ദർശിക്കുകയുണ്ടായി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ അർജുനൻ പറയുന്നു, അങ്ങ് ഒരു വ്യക്തിയാണ്, പക്ഷെ എന്നാലും അങ്ങ് എല്ലായിടത്തും പടർന്നു കിടക്കുന്നു. വിശ്വരൂപം കാണുമ്പോൾ കണ്ട് ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അർജുനൻ. ഓരോ സ്പേസിനകത്തും അങ്ങുണ്ട് എന്ന് പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും. ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള രൂപം കണ്ട് അദ്ദേഹം നിൽക്കുവാണ്. മറ്റുള്ള ലോകങ്ങളിലുള്ള ആളുകളും അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ. അപ്പൊ ശീല പ്രഭാജി നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ശ്ലോകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വായിച്ചത്? അതായത് അർജുനന് ദിവ്യ ചക്ഷു കൊടുത്തത് കൊണ്ട് മാത്രം അർജുനന് അത് കാണാൻ സാധിക്കുന്നു. മറ്റുള്ളവര് അവിടെയുള്ളവർക്ക്, സാധാരണ ആളുകൾക്ക് അത് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ? അത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അർജുനനെ പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അന്യ ഗ്രഹങ്ങളിലുള്ള പല അവിടെയുള്ള അന്തേവാസികൾക്ക് ഇതേപോലെ ഭഗവാന്റെ ഈ രൂപത്തെ കാണാനുള്ള ഒരു പവർ അവർക്കും കൊടുത്തിരുന്നു. അതുകൊണ്ട് കുറെ അന്യഗ്രഹങ്ങളിലുള്ളവര് പലവരും കണ്ടവരുണ്ട് ഈ രൂപത്തെ എന്നാണ് പറയുന്നത്. കാര്യം അത് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നില്ല. എന്നാൽ സ്പെഷ്യൽ ആയിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അന്യഗ്രഹങ്ങളിലുള്ളവരിലും കുറച്ചു പേർക്കൊക്കെ അത് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരും അത് അത്ഭുതപ്പെട്ടു. കണ്ടവര്, അത് കാണാൻ സാധിച്ചവരെല്ലാവരും അത്ഭുതപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു രൂപം ഇതുവരെ കണ്ടിട്ടില്ല. ഉഗ്രം എന്നുള്ള വാക്കുകൂടെ ഉപയോഗിക്കുന്നു. ദൃഷ്ട അദ്ഭുതം എന്ന് പറഞ്ഞു. അത്ഭുതകരമായിട്ടുള്ള രൂപം ഉഗ്രരൂപമാണെന്ന് പറയുന്നു. പേടിയാവുന്ന രീതിയിലും ചിലപ്പോൾ. കാര്യം അങ്ങനെ വിശ്വരൂപം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലെ? ഇത്രയും
തലകളും ഇത്രയും വായും മുഖവും അതേപോലെ ആയുധങ്ങളും ഒരുപാട് അത് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. സോ അതാണ് പറയുന്നത്, അത്ഭുതമാണ്, അതേ സമയത്ത് ഉഗ്രരൂപവും കൂടിയാണ്. മറ്റുള്ള ഗ്രഹങ്ങളിലുള്ള ദേവന്മാര് ചിലവരൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളവര് അവരിത് കണ്ടാകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തില് ആ ദേവന്മാരും അല്ലെങ്കിൽ അത് ഈ വിശ്വരൂപം കാണാൻ സാധിച്ചുള്ള ദേവന്മാരാവട്ടെ അല്ലെങ്കിൽ വേറെ സാധുക്കളാവട്ടെ അന്യഗ്രഹങ്ങളിലുള്ള അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അവര് ആക്ച്വലി പ്രാർത്ഥിക്കുകയാണ് ഈ രൂപം കണ്ട്. ഓക്കെ. അമീഹി ത്വം സുര സംഘവിശന്തി അമീഹി ത്വം സുര സംഘവിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീതി ഉക്ത്വാ മഹർഷി സിദ്ധസംഗാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അമീഹി ത്വാം സുരസംഗാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഗാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അമീഹി ത്വാം സുരസംഗ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയാ ഗൃണന്തി സ്വസ്തിത്യുക്താ മഹർഷി സിദ്ധസംഗാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അമീഹി ത്വാം സുരസംഗാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തിത്യുക്താ മഹർഷി സിദ്ധസംഗാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അമേഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തിത്യുക്താ മഹർഷി സിദ്ധസംഘഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ പ്രഭുജി. കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സുരസംഗാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തിത്യുക്താ മഹർഷി സിദ്ധസംഗാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അമീഹി ത്വം സുരസംഗാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്തുത്യുക്താ മഹർഷി സിദ്ധസംഗാ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തിത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. വിവർത്തനം ഭാരതം വൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ദേവഗണങ്ങളെല്ലാം ശരണം പ്രാപിച്ച് അങ്ങയിൽ ഉൾപോകുന്നു, പ്രവേശിക്കുന്നു. അവരിൽ ചിലർ വല്ലാതെ ഭയപ്പെട്ട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. മഹർഷിമാരും സിദ്ധരും ലോകത്തിന് എല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അങ്ങയെ വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുന്നു. ഭാവാർത്ഥം: എല്ലാ ഗ്രഹവ്യൂഹങ്ങളിലുമുള്ള ദേവന്മാർ ഭീഷണമായ വിശ്വരൂപവും അതിന്റെ തേജസ്സും കണ്ട് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഇവിടെ ദേവന്മാരുടെ പ്രാർത്ഥനയാണ് കാണുന്നത്. ഈ വിശ്വരൂപം കണ്ടപ്പോൾ അവര് പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെയാണ് കാണുന്നത്? അവരൊക്കെ കാര്യം പലവരും കൈകൂപ്പിക്കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ രൂപം കണ്ട് പലവരും പേടിക്കുന്നു. ഭയാനകമായിട്ടുള്ള
ഉഗ്രരൂപമാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചു അല്ലെ. അതേപോലെ തന്നെ ഒരുപാട് സാധു സേജസ് അല്ലെങ്കിൽ സിദ്ധരായിട്ടുള്ളവര്, സിദ്ധപുരുഷര്, അവരൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ സ്തുതിക്കുന്നു. വേദങ്ങളിലെ സ്തുതികൾ ചൊല്ലിക്കൊണ്ട് സ്തുതിഭിഹി പുഷ്കലാഭിഹി എന്ന് പറഞ്ഞ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സ്തുതികളൊക്കെ പാടുന്നു, സ്തുതിക്കുന്നു. ആര്? ഈ പറയുന്ന സിദ്ധപുരുഷരായിട്ടുള്ളവര്, കാണുന്നവര്, അല്ലെങ്കിൽ മഹർഷിമാരും സിദ്ധ പുരുഷരും ഇവരൊക്കെ ഭഗവാനെ സ്തുതിക്കുകയാണ്. വേദങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ പാടിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത് ഈ ശ്ലോകത്തിൽ. ഓക്കെ, 22, 23, 24, 25 4 ശ്ലോകങ്ങളും കൂടെ നമുക്ക് ഇന്ന് കവർ ചെയ്യണം. സോ എല്ലാവരും ശ്ലോകം വായിക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ വായിക്കുക, വിവർത്തനം വായിക്കുക. അങ്ങനെ 4 ഡിവോട്ടീസിന് മുന്നിലേക്ക് വരാം. കാര്യം ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. രുദ്രാദിത്യവസവോ യചാ സാധ്യ വിശ്വേശ്വിനോ മാരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഗഃ വീക്ഷന്തെ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രുദ്രാദിത്യ വസവോ യേ ച സാധ്യ വിശ്വേശ്വിനോ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാ വീക്ഷന്തെ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. വിവർത്തനം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പരമശിവന്റെ വിവിധ ആവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വിനി ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങയെ നോക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. സോ ആശ്ചര്യത്തോടെ മഹാദേവൻ ശിവൻ നോക്കുന്നു. ആദിത്യര്, വസുക്കള്, അതേപോലെ വിശ്വദേവ, സാധ്യാസ്, ഇവരൊക്കെ ദേവന്മാരാണ്. ഉപരിലോകങ്ങളിലുള്ള ദേവന്മാരാണ്. അശ്വിനി കുമാരന്മാര്, മരുത്ത്, അതേപോലെ ഗന്ധർവര്, യക്ഷസ്, പിന്നെ ചില അസുരന്മാരും. അതിന് ക്വാളിഫിക്കേഷൻ കിട്ടിയവര് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അസുരര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആക്ച്വലി നമ്മൾ മനുഷ്യരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ അസുരന്മാര് ഉള്ള പ്ലാനറ്റുകളുണ്ട്. സോ അവര് ദേ ആർ വെരി പവർഫുൾ ആക്ച്വലി. കാര്യം ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ അവർക്കേ സാധിക്കുള്ളൂ, നമുക്ക് സാധിക്കില്ല. ബിക്കോസ് നമ്മള് ദേവന്മാരുടെ ശക്തിയുടെ ഒരു ചെറിയൊരു അംശം പോലും ഇല്ല നമുക്ക്. അസുരന്മാര് അവര് ഒരുപാട് ശക്തിയുള്ളവരാണ്. അതുകൊണ്ട് അവര് ആ കാറ്റഗറി രണ്ടും തമ്മിൽ ഇടയ്ക്ക് യുദ്ധങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതില് യോഗ്യതയുള്ള അസുരന്മാരും ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ബലി മഹാരാജ്, പ്രഹ്ലാദ മഹാരാജ്, വൃത്രാസുരൻ, ഇങ്ങനെയുള്ളവരൊക്കെ അസുരൻ എന്നുള്ള അസുരന്മാരായിട്ടോ അല്ലെങ്കിൽ ആ കുടുംബത്തിലോ ജനിച്ചവരാണെങ്കിൽ പോലും അവരൊക്കെ ഭക്തരായതുകൊണ്ട് അവര് അസുരരായിട്ട് കണക്കാക്കാറില്ല. അപ്പോൾ ഇവിടെ പറയുന്ന അസുരൻ എന്ന് പറഞ്ഞാൽ എല്ലാ അസുരന്മാർക്കും അതിനുള്ളൊരു ചാൻസ് കിട്ടി എന്നുള്ളതല്ല. അതിന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഭഗവാന്റെ രൂപത്തെ കാണാൻ സാധിച്ചു. കാര്യം യുദ്ധകളത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടില്ല. കാര്യം യോഗ്യത ഉള്ളവർക്കേ അതിന് ഭഗവാൻ ആ കണ്ണുകൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇവിടെ പറഞ്ഞിട്ടുള്ള യക്ഷ, അസുരർ എന്ന് പറയുന്നത് സാധാരണ ആളുകളായിരിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അതിനുള്ള ഒരു ഭാഗ്യം കൊടുത്തത്. ഓക്കെ, അടുത്ത ശ്ലോകം. രൂപം മഹത്തെ ബഹുവക്ത്ര നേത്രം മഹാബാഹോ ബാഹുരൂപാദം ബഹൂദരം ബഹൂദംഷ്ട്ര കരാലം ദൃഷ്ട്വാ ലോകാ പ്രവ്യതിതസ്തതാഹം.
ഹരേ കൃഷ്ണ. രൂപം മഹത്തെ ബഹുവക്ത്ര നേത്രം മഹാബാഹോ ബഹുബാഹോരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാ പ്രവ്യതിതാസ്തഥാഹം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കീ ജയ്. മഹാബാഹു, എല്ലാ ഗ്രഹങ്ങളും അവയിൽ വാഴുന്നവരും ഭയാകുലരാണ്. അനേകം മുഖങ്ങളും കാലുകളും ഉദരങ്ങളും അസംഖ്യം ഭീകരദംഷ്ട്രങ്ങളുമുള്ള അങ്ങയുടെ ഈ വിശ്വരൂപം കണ്ടിട്ട് സർവ്വലോക നിവാസികളും ഞാനും അസ്വസ്ഥരാകുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ദേവന്മാരും അതേപോലെ മറ്റുള്ള ഋഷിവര്യന്മാര് കുറെ പേര് കാണുന്നുണ്ട് അല്ലെ? അർജുൻ പറയുന്നത് നമ്മളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൈകൾ, ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് കാലുകൾ, അതേപോലെ അങ്ങയുടെ ഭയാനകമായിട്ടുള്ള പല്ലുകളും കാണുന്നു, ബഹുദംഷ്ട്രം കാണുന്നു. ഇതെല്ലാം കണ്ട് കരാലം വളരെ ഹൊറിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേടിയാവുന്ന ഭയാനകമായിട്ടുള്ള ഒരു രൂപം ആണ് എന്നുള്ളത് രീതിയിൽ അദ്ദേഹം പറയുവാണ്. അതുകൊണ്ട് ഒരുപാട് നമ്മുടെ ഉള്ളിൽ ഒരു ഭയം പോലെ അല്ലെങ്കിൽ എന്തോ പോലെ തോന്നുന്നു, ഞാനടക്കം എന്നാണ് പറയുന്നത് അർജുനൻ. ഞാനും അങ്ങനെയാണ്, എനിക്കും അങ്ങനെയാണ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് മാത്രമല്ല, അർജുനൻ ഓൺ ബിഹാഫ് ഓഫ് എല്ലാവരും പറയുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ദേവന്മാരും പേടിക്കുന്നു, ഞാനും പേടിക്കുന്നു, അല്ലെങ്കിൽ ഞാനും ഇത് കണ്ട് ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണെന്ന് പറയാണ്. ഓക്കെ, അടുത്ത ശ്ലോകം. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാതാനനം ദീപ്ത വിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യതിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. ഹരേ കൃഷ്ണ. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്തവിശാലനേത്രം ദൃഷ്ടാ ഹി ത്വാം വ്യതിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. വിവർത്തനം ശ്രീല പ്രഭുപാദ് കീ ജയ്. അല്ലയോ സർവ്വവ്യാപിയായ വിഷ്ണു, ആകാശം മുട്ടുന്ന അങ്ങയെ അനേക വികിരണ വർണ്ണജാലങ്ങളോടുകൂടിയും പിളർന്ന വായോടുകൂടിയും തിളങ്ങുന്ന വലിയ കണ്ണുകളോടുകൂടിയും കണ്ടിട്ട് എന്റെ മനസ്സ് ഭയം കൊണ്ട് അസ്വസ്ഥമാകുന്നു. എനിക്ക് എന്റെ സ്ഥൈര്യത്തെയോ മനസ്സിന്റെ സന്തുലനത്തെയോ നിലനിർത്താൻ കഴിയുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. സോ അർജുനൻ ഈ രൂപം കണ്ട് പറയുവാണ്, എനിക്കിത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഒരു സ്റ്റഡിനെസ് കിട്ടുന്നില്ല, ഞാൻ ആകെ പേടിക്കുന്നു. നമ്മൾ ഈ ഒരു വാക്ക് ഇവിടെ കഴിഞ്ഞൊരു 3-4 ശ്ലോകങ്ങളായിട്ട് കാണുന്നു. പ്രവ്യത്തിത എന്ന് പറയുന്ന, അതായത് പേടിക്കുകയാണ്, ആകെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അർജുനൻ മാത്രമല്ല, ദേവന്മാരെല്ലാവരും, കാണുന്നവരെല്ലാവരും ആകെ ഭയത്തോടു കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അർജുനൻ പറയുകയാണ്, എനിക്ക് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് അദ്ദേഹം. ദംഷ്ട്രാകരാലാനി ചതേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമാ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി ദുഷ്ടൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. പുത്രം ശ്രീല പ്രഭുപാദ് കീ ജയ്. ലോകനാഥനായ ദേവദേവ പ്രസാദിക്കണേ. പാളുന്ന കാലാഗ്നി ജ്വാലകളെ പോലിരിക്കുന്ന ദംഷ്ട്ര കരാളങ്ങളായ അങ്ങയുടെ മുഖങ്ങളെ കണ്ടിട്ട് എനിക്ക് സമനില തെറ്റുന്നു, ദിഗ്ഭ്രമം അനുഭവപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഇവിടെ അർജുനൻ പറയുന്നു, അതുകൊണ്ട് അങ്ങ് എന്നോട് കാരുണ്യം കാണിക്കണം, എനിക്ക് സമാധാനമായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു രൂപം. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്, ആകെ ഞാൻ അത്ഭുതപ്പെട്ട്, അല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അതുകൊണ്ട് അർജുനൻ പറയുവാണ്, സ്ലോലി അർജുനൻ പറയുന്നു, എനിക്ക് ഈ രൂപം ഇനി മാറ്റി പഴയ രൂപം തന്നെ കണ്ടാൽ മതി എന്നുള്ളതിലേക്കാണ് അർജുനൻ പോകുന്നത്. പിന്നെ 26-ാമത്തെ ശ്ലോകം മുതൽ 26 മുതൽ 30-ാമത്തെ ശ്ലോകം വരെ ആക്ച്വലി അർജുനൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ
യുദ്ധത്തിന്റെ ഒരു ഫ്യൂച്ചറാണ് കാണുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് യുദ്ധത്തിൽ? യുദ്ധം തുടങ്ങിയിട്ടില്ല. ഇനി കാണുന്നത് 5 ശ്ലോകങ്ങളിലായിട്ട് അർജുനൻ കാണുവാണ് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്. ഇനി ഈ യുദ്ധത്തിന്റെ റിസൾട്ട് എന്തായിരിക്കും അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഫ്യൂച്ചർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ. സോ നമുക്ക് നോക്കാം. സമയമായി, എന്നാലും നമുക്ക് മേ ബി കവർ ചെയ്യാം. കാര്യം ഭാവാർത്ഥം ഇല്ല, ചെറുതാണ്. അതുകൊണ്ട് അമീ ച ത്വാം ധൃതരാഷ്ട്രസ്യ പുത്രഃ സർവേ സഹൈവാവനിപാലസംഗൈ ഭീഷ്മോ ദ്രോണോ സുതപുത്ര തഥാസോ സഹാസ്മദീയേർ അപി യോധമുഖ്യൈഃ വക്ത്രാണി തേ ത്വാർമാണവിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിത് വിലഗ്നാ ദശനാന്തരേഷു സന്ദൃശ്യന്തെ ചൂർണിതൈർ ഉത്തമാംഗൈഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓ ഭഗവതേ വാസുദേവായ. നമേ ച ത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാ സർവേ സഹൈവാവനിപാലസംഗേ ഭീഷ്മോ ദ്രോണാസുതപുത്രസ്തദാസൗ സഹാസ്മദീയൈരഭിയോധമുഖ്യൈ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേബീദ്വിലഗ്നാ ദശനാന്തരേഷു സന്ദൃശ്യന്തെ ചൂർണിതൈരുത്തമാംഗേ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരുമെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വായ്കളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ആ ദംഷ്ട്രങ്ങൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസ്സുകൾ ചതഞ്ഞെറിയുന്നു. ഭാവാർത്ഥം: നീ കാണാൻ ഇച്ഛിക്കുന്നതെല്ലാം കണ്ടുകൊള്ളുക എന്നാണല്ലോ മുമ്പൊരു ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷത്തിലെ യോദ്ധാക്കളായ ഭീഷ്മ, ദ്രോണ, കർണാദികളും ധൃതരാഷ്ട്രപുത്രന്മാരും അർജുനനെ സഹായിക്കുന്ന സേനാധിപന്മാരുമെല്ലാം സംഹരിക്കപ്പെടുന്നതാണ് അദ്ദേഹം ഇവിടെ കാണുന്നത്. കുരുക്ഷേത്രത്തിൽ ഒത്തുചേർന്നവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും നാശവും അർജുനന്റെ വിജയവും ഇതിനാൽ സൂചിപ്പിക്കപ്പെട്ടു. ആരാലും ജയിക്കപ്പെടാനാവാത്ത ഭീഷ്മരും കർണനും പോലും ഈ യുദ്ധത്തിൽ മരിക്കും. അവർ മാത്രമല്ല, അർജുന പക്ഷത്തിൽപ്പെട്ട ചില യോദ്ധാക്കളും കൊല്ലപ്പെടും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ പറയുന്നു, ഫ്യൂച്ചർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അർജുനൻ. ഇനി എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് യുദ്ധകളത്തിൽ? ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും കൃഷ്ണന്റെ വായിലേക്ക്, ഈ വിശ്വരൂപത്തിന്റെ വായിലേക്ക് കയറുന്നതായിട്ട് കാണുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് മരണം സംഭവിക്കും എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രപുത്രന്മാര് ഇൻക്ലൂഡിങ് ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യര്, കർണൻ, ഇവരെല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ. അവരെല്ലാവരും ഭഗവാന്റെ ആ വായിലേക്ക് ഇറങ്ങുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ മറ്റുള്ള യോദ്ധാക്കൾ എല്ലാവരും തന്നെ ആകെ പ്രശ്നത്തിലായിരിക്കുന്ന ഒരു സീനാണ് അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളത്. അർജുനൻ ജയിക്കും എന്നുള്ളത് അർജുനനും അല്ലെങ്കിൽ പാണ്ഡവര് ഈ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതാണ് അർജുനൻ കാണുന്നത്. ഇപ്പോൾ യഥാ നദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖദ്രവന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണി അഭിവിജ്വലന്തി. യെസ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ നദീനാം ബഹവോ അംബുവേഗാ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. വിവർത്തനം. എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. നദീപ്രവാഹങ്ങളെല്ലാം സമുദ്രത്തിലേക്ക് തന്നെ പാഞ്ഞൊഴുകുന്നത് പോലെ ജ്വലിച്ചുകൊണ്ട് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായ്കളിലേക്ക് കടക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സോ അർജുനൻ കാണുന്നു നദികൾ എങ്ങനെയാണോ
സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തടസ്സവും ഇല്ലാതെ. അവിടെയുള്ള യോദ്ധാക്കൾ എല്ലാവരും, യുദ്ധക്കളത്തിലുള്ള എല്ലാവരും ഭഗവാന്റെ വായിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം അവരുടെ മരണമാണത് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. യഥാ പ്രദീപ്തം ജ്വലനം പതാംഗ വിശന്തി നാശായ സമൃദ്ധ വേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാസ്തവാപി വക്ത്രാണി സമൃദ്ധ വേഗാഃ. ഹരേ കൃഷ്ണ പ്രഭു. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധ വേഗ തദൈവ നാശായ വിശന്തി ലോകാസ്തഥാ വിഭക്ത്രാണി സമൃദ്ധ വേഗ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈയാമ്പാറ്റകൾ അതിവേഗത്തിൽ പറന്നു വന്ന് എങ്ങനെ കത്തിയെരിയുന്ന തീയിൽ വീഴുന്നുവോ അങ്ങനെ ഇവരെല്ലാം അങ്ങയുടെ വക്ത്രങ്ങളിൽ വീണ് നശിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുനൻ ഇനി ഉപമിക്കുന്നത് ഈയാമ്പാറ്റ വന്ന് വിളക്കിന്റെ ഇടയിൽ വീഴുന്ന പോലെയാണെന്നാ പറയുന്നത്. ആളുകളൊക്കെ വന്ന് തീ കാണുമ്പോൾ, അല്ലെ, ഈയാമ്പാറ്റ തീ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പറക്കാൻ നോക്കും. എന്ത് സംഭവിക്കുന്നത് പിന്നെ നമുക്കറിയാം. മഴക്കാലത്ത് നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു കാഴ്ചയാണിത്. സോ അതേപോലെയാണ് ഇവിടെ യോദ്ധാക്കൾ എല്ലാവരും ഭഗവാന്റെ വായിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാര്യം മരണം അവരുടെ മുമ്പിൽ കാണുന്നു. ഓക്കെ. 31. ഓക്കെ, 31 നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കാര്യം 31 വരെ അർജുനാണ് സംസാരിക്കുന്നത്. 32 കഴിഞ്ഞാൽ 32 മുതൽ ഭഗവാൻ അതിന് റിപ്ലൈ കൊടുക്കുവാണ്. അടുത്ത ശ്ലോകത്തിൽ ഒരു ചോദ്യം അർജുനൻ ചോദിക്കും, അതിന് പിന്നെ ആൻസർ വരും ഭഗവാന്റെ. ഓക്കെ. 30. ലേഹി ലേഹി യസേഗ്രസമാനഃ സമന്താൻ ലോകാൻ സമഗ്രാൻ വദനേർജ്വലാബ്ധിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസാസ്തവോഗ്രാ പ്രതപാന്തി വിഷ്ണു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലേലീഹ്യസേഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനിർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗൽ സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. വിവർത്തന ശ്രീല പ്രഭാത് കി ജയ്. ഹേ വിഷ്ണു, ചുറ്റുപാടുമുള്ള ജനങ്ങളെ തീയാളുന്ന വായുകളാൽ അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ തേജസ് കൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. സോ ആളുകൾ ഭഗവാന്റെ വായിലേക്ക് തീഗോളങ്ങളെ പോലെയാണ് ഭഗവാന്റെ വായോടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ആളുകളുടെയൊക്കെ മരണം ആണ് സംഭവിക്കുന്നത്. അങ്ങനെ ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുനന് ഇത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല. കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ആകെ കൺഫ്യൂഷനിലാണ് അദ്ദേഹം. അതുകൊണ്ട് അർജുനൻ ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോൾ ഇനി അടുത്ത ശ്ലോകത്തിൽ. ഇതെല്ലാം കണ്ടതിന് ശേഷം അഖ്യാഹിമേകോ ഭഗവാൻ ഉഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ആഖ്യായിക്കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വായിക്കൂ, വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. ദേവാധിദേവ ഉഗ്രമൂർത്തെ, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ. ഞാൻ പ്രണമിക്കുന്നു. എന്നിൽ കനിയണമേ. ആദിപുരുഷനായ അങ്ങയെ എനിക്ക് അറിയണം. അങ്ങയുടെ ദൗത്യം എന്തെന്ന് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുനൻ ചോദിക്കുകയാണ്, ഇതെല്ലാം കണ്ട് ആകെ പേടിച്ച് അർജുനൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? കാ ഭവാൻ ഉഗ്രരൂപ. അദ്ദേഹം നമസ്കരിച്ചു. ആദ്യം തന്നെ ഇത് കണ്ട് ആകെ കൺഫ്യൂഷനായി, പേടിയാവുന്നു. പല പല വികാരങ്ങളാണ് അർജുന്റെ ഉള്ളിൽ വരുന്നത്. അർജുനൻ നമസ്കരിച്ചു. ആദ്യം തന്നെ കൈകുപ്പി നമസ്കരിച്ചു. പിന്നെ പ്രാർത്ഥനയോടുകൂടി പറയുവാന്ന്, ഭഗവാനെ അങ്ങ് ആരാണ്?
അങ്ങ് എന്റെ മുകളിൽ കരുണ കനിഞ്ഞാലും അങ്ങനെ അനുഗ്രഹിച്ചാലും അല്ലെങ്കിൽ പറഞ്ഞു തന്നാലും അങ്ങ് പരമജീവത്വം പുരുഷനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങ് എന്തിനാണ് അങ്ങയുടെ അങ്ങയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. പ്രവൃത്തി, അങ്ങയുടെ മിഷൻ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ എനിക്ക് പറഞ്ഞു തരണം. അത് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത് ഈ ശ്ലോകത്തിൽ. ഇതിന് ഉത്തരമായിട്ട് അടുത്ത ശ്ലോകം മുതൽ 2 ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങ്? ഈ ഉഗ്രരൂപം എന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദിക്കുന്നു. അതേപോലെ അങ്ങയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ചോദിക്കുന്നു. അതായത് അങ്ങയുടെ മിഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രവൃത്തി എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്? ഈ രൂപം കണ്ടു, ഈ രൂപം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. അതേപോലെ തന്നെ ഈ രൂപം കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും കൂടെ ചോദിക്കുകയാണ്. അതിനുത്തരം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. സോ എന്താണ് ഭഗവാൻ പറയുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു. ഹരേ കൃഷ്ണ.